ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിക്കുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ച് ഇപ്പം 4 മണി അടുപ്പിച്ചായിട്ടുണ്ട്. അപ്പോൾ വാവയെ ഇതുവരെ കുളിപ്പിച്ചില്ല. അങ്ങനെയുള്ള കുറച്ച് പരിപാടീസൊക്കെയാണ് ഇന്നുള്ളത്. അപ്പോൾ കുറേ പേര് എന്നോട് ഡേ ഇൻ മൈ ലൈഫ് ഇടുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് സമയം കിട്ടാത്തത് കൊണ്ടാണ് ഇടാത്തത്. കാരണം രാവിലെ വാവയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങും. ഹസ്ബൻഡ് ജോലിക്ക് പോയതിനു ശേഷം കുറച്ച് നേരം ഉറങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല വീഡിയോ. അതാണ് ഞാൻ രാവിലെ മുതലുള്ളത് കാണിക്കാത്തത്. അപ്പോൾ ഞാൻ എന്തായാലും ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒരു ദിവസം ഇടാം, ഉടനെ തന്നെ ഞാൻ ഇടാം. അപ്പോൾ ഇന്ന് എന്തായാലും ഉച്ച മുതലുള്ള വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വാവ ഇവിടെ ഉറക്കമൊക്കെ കഴിഞ്ഞതാ ഉണർന്നിപ്പോൾ കിടക്കുകയാണ്. ഇനി ഇവളെ കുളിപ്പിക്കണം. കുറച്ചുകൂടെ നേരത്തെ കുളിപ്പിക്കേണ്ടതായിരുന്നു, പക്ഷെ ഇവൾ ഉറങ്ങിപ്പോയി. പിന്നെ എന്തായാലും ഞാൻ ഉണർത്താനായിട്ട് നിന്നില്ല, അല്ലേ മകളെ ഭാവി? അപ്പോൾ എന്തായാലും ഇനിയുള്ളത് തുണി കഴുകണം. തുണി കഴുകാനായിട്ട് വാഷിംഗ് മെഷീനിലിടണം. അപ്പോൾ എന്തുകൊണ്ടാണ് തുണി ഇത്രയും നേരമായിട്ട് കഴുകാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ രാവിലെ നനയ്ക്കാനായിട്ട് നിന്നതാണ്. രാവിലെ തുണി കഴുകാനായിട്ട് പ്ലാൻ ചെയ്തപ്പോഴത്തേക്കും മഴ നല്ലോണം കറുത്ത് വരുമായിരുന്നു. അപ്പോൾ എന്തായാലും പിന്നെ ഇനി ഉണങ്ങാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ നനയ്ക്കാത്തത്. പിന്നെ ഞാൻ അങ്ങ് മടിച്ചു. അതിൻ്റെ ഇടയിൽ ഗ്യാസ് തീർന്നു. അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് തുണി നനച്ചില്ലെങ്കിൽ പിന്നെ നാളെ ഇത്തിരി ബിസി ഡേ ആണ്. ഡാൻസൊക്കെ ഉണ്ട്, ഡാൻസ് ക്ലാസ്സുള്ള ദിവസമാണ് നാളെ. അപ്പോൾ എന്തായാലും നാളെ പറ്റില്ല. അതുകൊണ്ട് എന്തായാലും തുണി നനച്ചിട്ട് സ്പിൻ ചെയ്ത് അകത്ത് വിരിക്കാമെന്ന് വിചാരിച്ചു. ഇനി എന്തായാലും തുണി അലക്കാനായിട്ട് മെഷീനിലിടണം. പിന്നെ ഇവളെ കുളിപ്പിക്കണം. അങ്ങനെയുള്ള പരിപാടീസൊക്കെയാണ് ഇന്നുള്ളത്. ഹായ് പറ. ഹായ് ഹായ്. ഇരി മക്കളെ, വാവ കുറേ പേര് കാണുന്നുണ്ട് ഇതുവഴി. ഒരു ചിരിയോട് ചിരിച്ചിട്ടൊരു ഹായ് പറ. ഹായ് ഹായ്. ഹലോ, എല്ലാവരും ചോറൊക്കെ കഴിച്ചോ? സത്യം പറയാലോ, ഇന്നൊരു വല്ലാത്തൊരു ഡേ ആയിരുന്നു. കാരണം എനിക്കിന്ന് ജോലി ചെയ്യാനൊന്നും ഒരു താല്പര്യവുമില്ലാത്ത ഒരു ഡേ ആയി മാറിയിട്ടുണ്ട്. എനിക്കെന്തോ ഇപ്പം ജോലിയൊന്നും ചെയ്യാനായിട്ടൊരു താല്പര്യമില്ല. ചിലപ്പോൾ കുഞ്ഞ് വലുതായി വരുമല്ലേ, ഇപ്പം കുറുക്കൊക്കെ കുടിക്കാനായിട്ട് പ്രായമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണോ? അപ്പോൾ ഇത്രയും തുണിയുണ്ട് നമുക്കിന്ന് കഴുകാനായിട്ട്. നമുക്ക് തുണി കഴുകാനുള്ളത് ഈ പുറത്ത് ഈ ഷെഡിനുള്ളിലാണ് വാഷിംഗ് മെഷീൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് വേണം നമുക്ക് കയറാൻ. എന്തായാലും വാഷിംഗ് മെഷീനിൽ വെള്ളം പിടിച്ചിടാം. അങ്ങനെ നമ്മൾ തുണിയൊക്കെ വാഷിംഗ് മെഷീനിലിട്ടു. ഇവിടെയൊക്കെ വീണ്ടും പുല്ല് പിടിച്ച് തുടങ്ങി. ഇന്നലെ ഞാൻ ഇത്രയും ഭാഗം വൃത്തിയാക്കി. വീണ്ടും ബാക്കി പെയിൻറ്റിങ് ആണ്. അതാണ് അവിടെ ചൂലും ചാക്കും ഒക്കെ കിടക്കുന്നത്. ഇന്നിനി ഒരു മൂടുണ്ടെങ്കിൽ ഞാൻ വൃത്തിയാക്കും, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ കിടക്കും. ഭയങ്കര പാടാണിത് വൃത്തിയാക്കാനൊക്കെ. എനിക്ക് ഭയങ്കര മടി തോന്നുന്നു. ഇപ്പം നമ്മൾ വാവയ്ക്ക് കുറുക്ക് കൊടുക്കുകയാണ്. ഞാൻ കുറുക്ക് കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് മറ്റേ കൂവരക്ക് ആദ്യത്തെ തന്നെ അവൾ തട്ടിയിട്ടു. അവൾ ഒരു മൂടുണ്ടെങ്കിൽ കഴിക്കും. പിന്നെ 6 പൂർത്തിയായില്ല അവൾക്ക്. 6 പൂർത്തിയാവണതിന് മുമ്പ് ഞാനിങ്ങനെ കുറുക്ക് കൊടുക്കുന്നതിന് കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇന്നിപ്പോൾ ഒരു സർജറി വരുന്നുണ്ടെന്ന്. അപ്പോൾ ആ സമയത്ത് എനിക്ക് എന്തായാലും ഫീഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവൾക്ക് ഇതൊക്കെ കൊടുക്കാൻ പഠിപ്പിച്ചില്ലെന്നുണ്ടെങ്കിൽ പുറത്ത് നോക്കുന്നവർക്ക് പാടായിരിക്കും. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ കൊടുത്ത് ശീലിപ്പിക്കുന്നത്. എനിക്ക് നല്ല വിഷമമുണ്ട് അത് ഓർക്കുമ്പോൾ. പിന്നെ എന്തായാലും കൊടുക്കാം, ഒരു ദിവസത്തെ കാര്യമല്ലേ.
അല്ലെങ്കിലും ഈ 6 മാസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ചൊക്കെ കൊടുക്കാം, വലിയ കുഴപ്പമൊന്നുമില്ല. ആവി കുറുക്ക് കടിക്കണ നീ, കുറുക്ക് കടിക്കണ എൻ്റെ വാവാ. അപ്പോൾ ഇതാ വാവയ്ക്ക് കുളിക്കാനുള്ള വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചു. അങ്ങനെ വാവയെ കുളിപ്പിച്ച് കഴിഞ്ഞു. ഇനി അവൾക്ക് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കാം. അങ്ങനെ വാവ ഉറങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാനിവിടെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് തിളച്ച് പൊങ്ങുന്നുണ്ട്. അപ്പോൾ ഇത് ഓഫ് ചെയ്തിട്ട് നമുക്ക് വാഷിംഗ് മെഷീനിലെ തുണി സ്പിൻ ചെയ്യണം. നമുക്കപ്പോൾ വാഷിംഗ് മെഷീനിലെ തുണി സ്പിൻ ചെയ്യാനായിട്ട് പോകാം. പുറത്ത് വാഷിംഗ് മെഷീൻ ആയതുകൊണ്ട് കുറച്ച് പാട്. അപ്പോൾ 2 ഘട്ടമായിട്ട് സ്പിൻ ചെയ്യാനേ പറ്റുള്ളൂ, തുണി കൂടുതലുണ്ട്. അപ്പോൾ ആദ്യത്തെ സ്പിൻ ചെയ്തിട്ട് വിരിക്കാം, അപ്പോഴത്തേക്കും രണ്ടാമത്തേത് റെഡിയാവും. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്, സ്പിൻ ചെയ്ത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എടുത്തിട്ട് വിരിക്കാം. വിരിച്ചിട്ട് അടുത്തൊന്നും കൂടെ ഇട്ടതിന് ശേഷം അപ്പോഴത്തേക്കും വിരിച്ച് തീരുമല്ലോ. സത്യത്തിൽ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇത് കുറച്ച് പാടെന്ന് പറഞ്ഞാൽ തുണി നല്ല ക്ലീൻ ആകും, പക്ഷേ സമയം കൂടുതലാണ് ഇതിൽ. നമ്മൾ തന്നെ എല്ലാം ചെയ്യണം. അപ്പോൾ ഇത്രയും തുണി സ്പിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വിരിച്ചിട്ട് വരാം. അപ്പോൾ ഈവനിങ് ആയതുകൊണ്ടും പുറത്ത് മഴയുള്ളത് കൊണ്ടും അകത്താണ് ഞാൻ തുണി വിരിച്ചത്. പിന്നെ ബാക്കിയുള്ള തുണി ഇവിടെ എല്ലാം വിരിക്കാൻ പറ്റില്ല. ബാക്കിയുള്ള തുണി അകത്ത് ഒരു തുണി വിരിക്കുന്ന ഒരു സ്റ്റാൻഡുണ്ട്, അതിലാണ് ബാക്കി തുണിയൊക്കെ വിരിച്ചത്. അപ്പോൾ എനിക്ക് നാളത്തേക്ക് മാറ്റി വയ്ക്കാനായിട്ട് പറ്റില്ല ഈ തുണി കഴുകൽ. കാരണം എനിക്ക് നാളെ കുറച്ച് ബിസി ആയിട്ടുള്ളൊരു ഡേ ആണ്. അതുകൊണ്ടാണ് ഇന്ന് തന്നെ കയ്യോടെ എല്ലാ തുണിയും നനച്ച് കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും ഒരു വലിയൊരു ജോലി കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കുറേ നേരം TV ഒക്കെ കണ്ടു കേട്ടോ. കുറച്ച് ഡാൻസ് ഒക്കെ നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ നോക്കി കുറേ നേരം ഇരുന്നു. പിന്നെ ഇതിനിടയിൽ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അപ്പോഴൊന്നും കുളിക്കാനായിട്ടൊന്നും പറ്റിയില്ല. പിന്നെ ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഞാൻ കോവയ്ക്ക അരിയാനുണ്ടായിരുന്നു. കോവയ്ക്കൊക്കെ അരിഞ്ഞു വെച്ച് നാളത്തേക്കുള്ളതാണ്. അതെല്ലാം കഴിഞ്ഞ് പിന്നെ കുളിച്ചു. അപ്പോൾ ഇപ്പോൾ ഒന്ന് ഫ്രഷ് ആയതേ ഉള്ളൂ. ഇതിനിടയ്ക്ക് ഡാൻസ് പഠിക്കാനായിട്ട് ഒരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കുഞ്ഞിനേക്ക് ഇറക്കി ഇപ്പം ഒന്ന് ഫ്രഷ് ആയതേ ഉള്ളൂ. ഇനി ഹസ് ഇതുവരെ വന്നില്ല. വന്നതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് ഉറങ്ങണം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷം.